എനിക്കൊരു ചോദ്യം, അതായത് രാഷ്ട്രീയമായ അതിൻ്റെ ഉത്തരം കെ യു ജനീഷ് കുമാർ പറയും. എൻ്റെ ഒരു സംശയം, മാധ്യമപ്രവർത്തന എന്ന നിലയിൽ എൻ്റെ ഒരു സംശയം, താങ്കൾ പറഞ്ഞു നേരത്തെ വിശ്വാസികൾക്കൊപ്പമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ വിശ്വാസികൾക്കൊപ്പമായ നിലപാടായല്ലോ. എന്നിട്ടെന്താണ് ആഗോള അയ്യപ്പ സംഗമവുമായി നിങ്ങൾ സഹകരിക്കാത്തത്, കോൺഗ്രസ് സഹകരിക്കാത്തത്? ആര് വിശ്വാസികൾക്കൊപ്പമായി? അല്ല, നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി, നിങ്ങളുടെ വാദം അംഗീകരിച്ചാൽ പോലും നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ആഗോള അയ്യപ്പ സംഗമവും ശബരിമല ഒക്കെയായി മുമ്പോട്ട് പോകുന്നു. എന്തുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ എതിർക്കുന്നില്ല? അപ്പോൾ വലതുകാല് വെച്ചാലും ഇടതുകാല് വെച്ചാലും എതിർക്കുക മാത്രമാണ് നിങ്ങളുടെ ദൗത്യം. അതാണോ പ്രതിപക്ഷം? അജിംഷാദേ, അയ്യപ്പ സംഗമം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി, ഗവൺമെൻറ്റിൻ്റെ പ്രതിബദ്ധത ഇപ്പം നല്ല കാര്യമാണ്. കേരളത്തിലെ ഗവൺമെൻറ് അയ്യപ്പ ഭക്തന്മാർക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ഒരു വിശ്വാസി കൂടിയായ ഞാൻ 100% പിൻബലം നൽകും, പിന്തുണ നൽകും. ആ കാര്യത്തിലൊന്നും ഒരു തർക്കവും വേണ്ട. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ, ഇത് ക്ലിയർ കട്ടായിട്ടുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്, ശബരിമലയുടെ വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, മെമ്പർ ശ്രീ അജയ് തറയിൽ അടക്കമുള്ളവരായിരുന്നു. അതിൻ്റെ ഭാഗമായി അയ്യപ്പന്മാർക്ക് സൗകര്യമൊരുക്കാൻ, നിലയ്ക്കലിൽ 50,000 പേർ ഒരു സമയം വന്നാൽ അവർക്ക് വിരിവെക്കാനും അവരുടെ പ്രാഥമിക സൗകര്യങ്ങൾക്കും വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് കേരള ഗവൺമെൻറ് അനുമതി കൊടുത്തു, ദേവസ്വം ബോർഡ് അനുമതി കൊടുത്തു, ഹൈക്കോടതി അനുമതി കൊടുത്തു. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള MLA ആണല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നിലയ്ക്കൽ 50,000 പേർക്ക് പോയിട്ട് 500 പേർക്ക് വിരി വെക്കാനുള്ള സൗകര്യം ഒരുക്കാൻ ഈ ഗവൺമെൻറ്റിന് 9.25 വർഷം പിന്നിടുന്നു. ഇനി 6 മാസം 8 മാസം തികച്ചില്ല ഈ തെരഞ്ഞെടുപ്പിന്. ഇവർക്ക് സാധിച്ചോ? ഞങ്ങളുടെ ഭരണവും പോയി, ഞങ്ങളുടെ ബോർഡും മാറിയല്ലോ. കോടതിയുടെ അനുമതിയുള്ളത്, ബോർഡിൻ്റെ അനുമതിയുള്ളത്, ഗവൺമെൻറ്റിൻ്റെ അനുമതിയുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞോ? മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ മണ്ഡലകാലമാണ് ഈ സമീപകാലത്ത് കണ്ടതിൽ ഏറ്റവും തിരക്കുണ്ടായിരുന്നത്. സംവിധാനം അവിടെ ഏറ്റവും ഗംഭീരമായി വിർച്വൽ ക്യൂവിനെ നിങ്ങൾ എതിർത്തു, എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഇതെല്ലാം ഏറ്റവും ഗംഭീരമായി, ഇത്രയേറെ ആളുകളുള്ള മണ്ഡല കാലത്തെ ഏറ്റവും ഗംഭീരമായി കൊണ്ടാടാനായി. അതിൻ്റെ ക്രെഡിറ്റ് ഈ സർക്കാരിനും ദേവസ്വം ബോർഡിനും നൽകിയത് ഭക്തരായി അവിടെ എത്തിയ താങ്കളുടെ നേതാവ് VD സതീശനും ചെന്നിത്തലയും പിന്നെ BJP നേതാവ് V മുരളീധരനും നിങ്ങളുടെ നേതാവ് K മുരളീധരനും അടക്കമുണ്ട്. അനിൽ ബോസ്, തൊട്ട് മുമ്പ് നടന്ന മണ്ഡലകാലത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി താങ്കൾക്ക് തുടരാം. ഞാൻ ഈ ചർച്ച കൈരളി ചാനലാണെങ്കിലും ഈ ചർച്ച ഗൗരവമായാൽ കൂടുതൽ പ്രേക്ഷകർ ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ വസ്തുതാപരമായി സംസാരിക്കാൻ ശ്രമിച്ചത്. പമ്പയിലേക്ക് പോകുന്ന അയ്യപ്പന്മാരുടെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി മോണോറെയിൽ സംവിധാനം അനുമതിയുള്ളതാണ്. സർക്കാരിൻ്റെയും കോടതിയുടെയും ബോർഡിൻ്റെയും. ചെയ്യാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ശബരിമലയിൽ സന്നിധാനത്ത് കോടതി അനുവദിച്ചിട്ടുള്ള, ബോർഡ് അനുവദിച്ചിട്ടുള്ള, സർക്കാർ അനുവദിച്ചിട്ടുള്ള ആനയ്ക്ക് പ്രദക്ഷിണം നടത്താനുള്ള സൗകര്യമൊരുക്കുക എന്ന് പറയുന്ന നിർമ്മാണ പ്രവൃത്തി നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അവിടെ ബെയിലി പാലവുമായി ബന്ധപ്പെട്ട് ബൂട്ടാ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വെച്ച് റോഡ് വികസിപ്പിക്കുന്നതിന് വേണ്ടി അയ്യപ്പൻ റോഡുമായി ബന്ധപ്പെടുത്തി U-ടേൺ സംവിധാനം ഉള്ള സ്ഥലത്ത് അത് ക്രമീകരിക്കാൻ അനുവാദമുള്ളതാണ്. നിങ്ങൾക്ക് കഴിഞ്ഞോ? വനഭൂമി വിട്ടുകൊടുക്കണം. ഈ ഗവൺമെൻറ് ചെയ്തോ? അപ്പം നമ്മൾ പോസിറ്റീവായ ചർച്ചയാണ് അജിംഷാദെ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാസ്റ്റർ പ്ലാൻ നിലവിലുണ്ട്, അതിൽ അനുമതിയുള്ള വർക്കുകളുണ്ട്. ചെയ്യാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ 9.25 വർഷമായി ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ താങ്കൾ ഇപ്പോൾ ചോദിച്ചു വിർച്വൽ ക്യൂവിൽ ഞങ്ങൾ എന്തോ എതിർത്തു. വിർച്വൽ ക്യൂ സംവിധാനം കൊണ്ടുവരുന്ന താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്തൊക്കെ ചെയ്തു എന്ന്. ഈ വനം പരിസ്ഥിതിയുടെ മന്ത്രാലയത്തിൻ്റെ, കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലാതെ പമ്പയിൽ നിന്ന് ഒരു കാര്യങ്ങളും ആർക്കും ചെയ്യാനാകില്ല. UPA കാലത്തും അതുണ്ടായിട്ടില്ല, ഇപ്പോൾ NDAയുടെ കാലത്തും BJPയുടെ കാലത്തും അത് ഇല്ല എന്ന വസ്തുത താങ്കൾ മറച്ചു വെച്ചാണ് ഈ വസ്തുതയെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞത്. മാത്രമല്ല പത്തനംതിട്ട ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് 9 വർഷം മുമ്പ് ശബരിമലയിൽ പോകുന്ന ഒരാളും ഇപ്പോൾ പോകുന്ന ആൾക്കും അതിൻ്റെ വ്യത്യാസം അറിയാം. 3 കഴിഞ്ഞ മണ്ഡലകാലം ഉദാഹരണമായി പറയുന്നു. താങ്കളുടെ നേതാവ് അടക്കം അതിനെ സപ്പോർട്ട് ചെയ്തതാണ്. അല്ല, ഞാൻ പറയുന്നത് പൂർത്തിയാക്കാൻ സമയം തന്നാൽ മതി. അതെ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്, പൂർത്തിയാക്കാതില്ല. വനഭൂമി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇത് കേൾക്കൂ, വനം വിട്ടുകൊടുക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അനുമതി വേണം.
ശബരിമലയിൽ വനംഭൂമി വിട്ടു തന്നല്ലോ, ദേവസ്വം ബോർഡിന് വിട്ടു തന്നിരുന്നല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. പകരം ഭൂമി വിട്ടുകൊടുക്കണമായിരുന്നു. അതിന് ഇടുക്കിയിൽ ഏതാണ്ട് 250ഓളം ഏക്കർ ഭൂമി വിട്ടുകൊടുത്തല്ലോ. ഇതൊന്നും അറിയാതെ നമ്മൾ ചർച്ച ചെയ്യരുത്. UDF സർക്കാരിൻ്റെ കാലത്ത് വനഭൂമി ഏറ്റെടുക്കുകയും അതിന് പകരമായി ഇടുക്കിയിൽ സ്ഥലം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അജിംഷാദെ. വസ്തുത അറിയാ വർത്താനം പറയാതെ.